back here. ഞാനിതൊരു കലക്കും എൻ്റെ ഡിറ്റോ. മുതലക്കുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ താരാട്ട് പാടി ഉറക്കാമായിരുന്നു. വെയിറ്റ് ഉണ്ടോ ഡിറ്റു? 10-20 കിലോ ഉണ്ടാവും. അപ്പോ മമ്മി വേറെ ബേബീനെ എടുത്തു. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ മിറിയിൽ വന്നതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹോട്ടലുകാർ നമുക്ക് റൂം റേറ്റിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നാസി ലമക്കാണ് ഇവിടുത്തെ മലേഷ്യൻസിൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത റൈസ്, പിന്നെ കപ്പലണ്ടിയും സംബാൽ, ഒരു കോഴിമുട്ടയുടെ പകുതി, പിന്നെ ഒരു ചിക്കൻ വിങ്, പിന്നെ ഉപ്പുമീൻ വറുത്തത്, ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുണ്ട് അത് വറുത്തത്. ഇത് ചെറിയ മീനല്ല, പക്ഷെ ചെറിയ മീൻ ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷം. ഓക്കെ, ഞങ്ങളപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങണം. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ക്രൊക്കോഡൈൽ പാർക്കിലേക്ക് പോവാണ്. ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത രാജ്യത്തെ എന്താ പറയുക, അടുത്ത രാജ്യമായ ബ്രൂണയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവസാനം ഗൂഗിൾ ചേച്ചി താങ്ക് യു, ഞങ്ങൾ എത്തിയിരിക്കുന്നു. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ക്രൊക്കോഡൈൽ ഫാമിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മലേഷ്യയുടെ ബോർഡറിലായിട്ടാണ്, മലേഷ്യ ബ്രൂണൈ ബോർഡറിൻ്റെ അവിടെയുള്ളൊരു സ്ഥലമാണ് ക്രൊക്കോഡൈൽ ഫാം ഉള്ളത്. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ കാഴ്ചകളൊക്കെ കാണാം. ഒരു 22 ഏക്കർ സ്ഥലമുണ്ട്. ഇതിപ്പോൾ ഒരു വലിയൊരു കുളമാണ്. ഇത് കണ്ടിടത്തോളം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ നല്ല രസമുണ്ട്. ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരാൾക്ക് 40ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഫോറിനേഴ്സ് ആണല്ലോ. 40, കുട്ടികൾക്ക് 20, ലോക്കൽസിന് 25 ഉള്ളൂ. മലേഷ്യക്കാർക്ക് ഇത് മൊത്തം നമുക്ക് 100 രൂപയായി, 100 റിംഗിറ്റായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 1700 രൂപ. Life cycle of a crocodile. Egg 3 months, baby crocodile 5 to 8 years, sexual maturity 8 years, breeding life 8 years la, lifespan 6 to 8 years. ഈ വഴി അറിയാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ ഗൂഗിൾ മാപ്പും ഒക്കെ നോക്കി കണ്ടുപിടിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ വെറുതെ ടാക്സിയിൽ പോകുന്നതിനെക്കാട്ടും ഒരു രസമായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക രസമാണത്. ഞാൻ മുമ്പ് ലങ്കാവി പോയപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ലൈവ് ഡൈനോസേഴ്സ്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ലൈവ് ഡൈനോസേഴ്സ് ഇവരാന്നാണ് ഇവർ പറയുന്നത്. ആ രണ്ടും ഇതിൻ്റെ തലയോട്ടുകൾ. എൻ്റെ ദൈവമേ, ഇത് ഒറിജിനൽ സാധനങ്ങളല്ലേ. എൻ്റെ ദൈവമേ, നിങ്ങൾ കണ്ടത്. ഇതിനെ മേത്തിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നോക്കാം. ഞങ്ങൾ പാമ്പിനെടുത്ത് വരാം. പിന്നെയാണ് ഞങ്ങൾക്ക് ഈ മുതല. വായും പൊളിച്ച് കളിക്കണേക്ക് വായി നോക്കി.
ക്രോക്കഡൈൽസിന് ദേഷ്യം വരും. One more try. Yes, good boy. ഞാൻ പേടിച്ചു. നല്ലൊരു പ്ലേസ് ആണ്. പ്ലീസ് പർച്ചേസ് യുവർ ക്രോ ഫീഡിങ് കൂപ്പൺ അറ്റ് അവർ ടിക്കറ്റിംഗ് കൗണ്ടർ. അതിൻ്റെ ഒരു ആവശ്യമില്ല. അവർ പറയുന്നത് ക്രൊക്കഡൈൽ ഫീഡിങ് നമുക്കും ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താണത്? പെട്ടെന്നൊരു കാവിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തോന്നി. ആ, ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. കോമൺ റോക്ക് പൈത്തൺ എടുക്കാം. അപ്പം ഇങ്ങോട്ട് വെള്ളം ഇതാണ്. സൺബെയറിന് എടുക്കാൻ 10 റിംഗിറ്റ്, ക്രൊക്കഡൈലിന് എടുക്കാൻ 10 റിംഗിറ്റ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഏതെടുക്കണേന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വെപ്പക്കായി തിന്നുന്നു. അപ്പു ഇസ് ഗോയിങ് ടു അപ്പു ഞങ്ങളങ്ങനെ ക്രൊക്കഡൈലിന് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വായ ഓപ്പൺ ചെയ്യില്ല. ഓക്കെ, baby come on, baby come on. ആരത് കൊച്ചിന് പോയി ഇങ്ങനെ സ്നേഹത്തോടെ എടുത്തില്ല. ബേബി ഓക്കെ. എല്ലാവർക്കും 10 റിംഗിറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോ മമ്മി വേറെ ബേബീനെ എടുത്തു. Take it back. What happened? Okay, thank you. I want to take. അപ്പൊ മാറുന്നടാ ഫ്രണ്ട് അങ്ങനെ ആക്കിയത്. മാർക്കടാ കുഞ്ഞാ, അവിടെ അങ്ങനെ തൊടേണ്ടി വരും. ഇത് ബിഗണേ. Don't worry. Stand up. Stand up. വാവോ. മുതലക്കുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ താരാട്ട് പാടി ഉറക്കാമായിരുന്നു. കിട്ടി. വെയിറ്റ് ഉണ്ട് ടിറ്റു. ഒരു മിനിറ്റ് ഫ്രീസ് 10-20 കിലോ ഉണ്ടാവും. ഐസ് maybe 20 kg. more than. maybe more than. വലിയ മുതലനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയപ്പോഴേ അത് കിടന്ന് കുടഞ്ഞു. അപ്പം എനിക്ക് താങ്ങാൻ പറ്റണ്ടായി, കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടായി. ഇത് കണ്ടില്ലേ പാമ്പിന്റെ തോല് വെറുതെ കിടത്തി വെച്ചേക്കണക്ക്. ഇത് മാൻ ഈറ്റർ ഹ്യൂജ് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ സ്കള്ളാണ്. മാൻ ഈറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 2 പാമ്പുണ്ട് കേട്ടോ. നമ്മൾ ഒന്നൊന്ന് വിചാരിക്കും, പക്ഷെ ഇവര് 2 പാമ്പുണ്ട് ഇതിനുള്ളിൽ. എന്താ വലിപ്പന്നറിയോ? ഇവനാണ് ഗോൾഡൻ ബർമീസ് പൈത്തൺ. എന്ത് വലിപ്പവൻ! എല്ലാറ്റിലും എലികളാണ്.
എനിക്ക് തോന്നുന്നു ഇവരെ പെറ്റുണ്ടാക്കി വളർത്തുന്നത് ഈ പാമ്പുകൾക്ക് കൊടുക്കാനാണാവോ. ഇവിടെ 10 റിങ്കറ്റ് കൊടുത്താൽ നമുക്ക് ക്രൊക്കഡൈലിന് ഫീഡ് ചെയ്യാം. ഇവിടെ മൊത്തം ബേർഡ്സ് ഒക്കെയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരുണ്ട്. അപ്പോ പാരറ്റ്. റെഡ് ചാറ്ററിംഗ് ബേർഡ് ആണോ? എന്നിട്ട് എന്ത് ചാറ്റ് ചെയ്തത്? ഓ നല്ല ഭയങ്കര എന്നെ കാണാൻ. എന്ത് കളേഴ്സാ. ഓ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പിങ്കി മോളും ടിൻറ്റി മോളും വേണ്ട റാബിറ്റുകളും. അപ്പോൾ കുട്ടികളായിരുന്നു ഇവര്. ഞാനിത് ചെയ്തു. ചെറുറ്റങ്ങളായതുകൊണ്ട് പല്ലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ട് പല്ലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വായിൽ കൈ വെച്ച് നോക്കി. അവറ്റകൾ വിചാരിച്ച് ഞാൻ ക്യാരറ്റ് തന്നെ വെച്ചിട്ട് കയ്യപ്പൂരി കട്ടി. പിന്നെ പോയിട്ട് ടീറ്റൊക്കെ എടുത്തുട്ടോ. ഒരു പരീക്ഷണം. ഞങ്ങൾ വന്നപ്പോൾ സ്വാഗതം ചെയ്യാൻ വേണ്ടി 2 പേര് വരുന്നുണ്ട്. കണ്ടൊക്കെ പൊട്ടിയിട്ട് എന്തോ അസുഖമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളടുത്ത് പോകുന്നത് പിജിയൻ ഹൗസിലേക്കാണ്. കണ്ടവര് കാശ് കൊടുത്ത് നമുക്ക് തീറ്റ തരും. കഴിഞ്ഞു. ഞങ്ങൾ ഇനി എവിടുത്തെ കഴിഞ്ഞു, ഞങ്ങളിനി പോവാണ്. ക്രൊക്കഡൈൽസിനൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഞങ്ങളിനി ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. കാരണം ഇനി ഡ്രൈവ് ചെയ്തൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ നോക്കട്ടെ എന്താ ഉള്ളതെന്നുള്ളത് നോക്കണം. ക്രൊക്കഡൈൽ സൂപ്പും ക്രൊക്കഡൈൽ മീറ്റും തൽക്കാലം ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അതെ, ഇവിടെ ക്രൊക്കഡൈൽ മീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് അപ്പോൾ ഞങ്ങൾ കരിക്കിൽ നിർത്തിയിട്ട് ഫുഡിന് വേറെ അന്വേഷിച്ച് നടക്കണം. മാൻ ഈറ്റ് ക്രൊക്കഡൈലാണിത്. 15 അടി നീളമുണ്ടത്. നിയ റിവറിൽ നിന്ന് പിടിച്ചതാണിത്. നിയ റിവർ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പിടിക്കാൻ കാരണം തന്നെ ഇത് അവിടെ അടുത്തുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഭീഷണിയായി മാറിയപ്പോഴാണ് ഇതിന് പിടിച്ചത്. ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷനിൽ ഓവർ പ്രഷർ കാരണം ഇത് ചത്തുപോയതാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, എൻ്റെ സ്കിന്നൊക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് പ്രിസേർവ് ചെയ്ത് എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെ ഇതാണ് ഫിഷിംഗ് വെൽ. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ പൈസ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക്. ഹായൊന്നും പറയണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. കോഴി എന്നെ ഇന്ന് ഞാൻ വീഡിയോ നിൽക്കൂലാന്ന് വീഡിയോ എടുക്കാൻ നിൽക്കൂലാന്ന്. ആഹാ, നിന്നെ ഞാനിന്ന് വീഡിയോ എടുത്തിട്ടുള്ള കാര്യമില്ലടാ. നിന്നെ ഞാൻ എടുക്കോടാ വീഡിയോ എടുക്കോടാ.